നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതി സുധിയുടെ കയ്യിലേക്ക് കേലസ് കിട്ടി കൊടുക്കാൻ തുടങ്ങണം. അപ്പോഴേക്ക് സുധി പറഞ്ഞു, എന്തിനാ അമ്മേ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എടാ നീ ആ ഷർട്ടും കൂടെ ഊരാൻ പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം ഓൾറെഡി വലത് കയ്യിലുണ്ടായിരുന്നു, അടുത്ത ഇടത് കയ്യിലേക്കും കൂടെ കെട്ടി കൊടുക്കുവാണ്. അതെ, ഇനി നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി. ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു കയ്യില് അവളെ അകറ്റാനുള്ള ഏൽസ, മറുകയില് അവൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാനുള്ള. കണ്ടു, ഇനി അവന് വെച്ചടി കയറ്റമായിരിക്കും. അവന് നല്ല ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പണക്കാരി പെണ്ണിനെ കണ്ടെത്തണം, എന്നിട്ടോ അവളുടെ ഇവന്റെ കൂടെ വിവാഹം നടത്തണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. അങ്ങനെ ചന്ദ്രമതി പല പല സ്വപ്നങ്ങളും കാണുവാണ്. ഇതേ സമയത്ത് വർഷ ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ? മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് തന്നെന്ന് വരത്തില്ല. ഇനി ചെല്ലുന്ന മെഡിക്കൽ സ്റ്റോറിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ മേടിച്ച് കഴിക്കുന്ന അപകടമായിരിക്കും. ചിലപ്പോൾ ബ്ലീഡിങ് വരെ ഉണ്ടാവുന്നതാണ്. മുമ്പ് കയറിയ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ പെൺകുട്ടി പറഞ്ഞ്, അപ്പം ഇനി എന്ത് ചെയ്യും? അല്ല, അഭിരാമി ചേച്ചിക്ക് അബോർഷൻ ആയത് ഘട്ടമുള്ള വഴിയിൽ കൂടെ പോയതുകൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ മേലാറ്റൂർക്ക് പടിഞ്ഞാറക്കര പോവാം. അവിടെ നല്ല ഘട്ടമുള്ള വഴിയാ. ഒരു ഓട്ടോറിക്ഷ കയറി ആ വഴി പോവാം. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷ വന്നു. ആ സമയത്ത് മേലാറ്റൂർ പോകണമെന്ന് പറഞ്ഞിട്ട് വർഷ ഓട്ടോറിക്ഷ പിടിച്ചെടുത്താണ്. അങ്ങനെ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു, അതെ പടിഞ്ഞാറക്കര വരെ പോയാൽ മതി. അല്ല, രവിയേട്ടന്റെ മരുമോളല്ലെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല, അതുവഴി പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ടി, കാരണം ഭയങ്കര കട്ടറുള്ള വഴിയാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അതിനേക്കാളും നല്ല വഴി വേറെയുണ്ട്, ആ വഴി പോയാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, എനിക്ക് പടിഞ്ഞാറക്കര വഴി പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. തന്നോട് പറയുന്ന താനങ്ങോട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ വഴി പോകുന്ന പെട്ടെന്ന് എല്ലാന്ന് മറ്റേത് വളഞ്ഞു വിറ്റാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ ശരി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് വർഷയ്ക്ക് ഒരു കോൾ വന്നു. വർഷ ഫോണിൽ വിളിച്ചിങ്ങനെ ആസ്വദിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീടിന്റെ അവിടെ കൊണ്ട് ഓട്ടോറിക്ഷ നിർത്തി. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞതേ എത്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? നമ്മൾ ഏത് വഴിക്കാ വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ പറഞ്ഞ വഴിക്കന്നെ. അല്ല, ഞാന് ഫോൺ വിളിച്ചിരുന്നോണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ മറ്റേ പടിഞ്ഞാറക്കര വഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഓട്ടോറിക്ഷയും ബാക്കി കാണത്തില്ലായിരുന്നു. കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ നല്ല വഴി കൂടെ വന്നേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ദേഷ്യമായി. പൈസയും പോയി വേസ്റ്റായി. എന്താ കൂട്ടി ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, രവിയേട്ടാ നല്ല വഴിയെ കൂടെ ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്നേ. എന്നിട്ട് അവൾക്കാണെങ്കിലോ മറ്റേ വഴിയിൽ കൂടെ പറഞ്ഞായിരുന്നു പോലും, കട്ടറുള്ള വഴിയിൽ കൂടെ. എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോഴേക്കും വർഷം എൻ്റെ പൈസയും പോയി. എന്നാ തൻ്റെ 120 രൂപയെന്നും പറഞ്ഞ് പൈസയും കൊടുത്തിട്ട് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഓട്ടോക്കാരൻ രവീന്ദ്രനോട് ചോദിച്ചു, എന്താ രവിയേട്ടാ കുട്ടിക്ക് പറ്റിയെന്ന് ചോദിച്ചു. എന്താ? അല്ല, നല്ല വഴിയെ കൂടെ കൊണ്ടുവന്നിട്ട് അത് ചിലപ്പം ദൂരെ കൂടുതലായതുകൊണ്ടായിരിക്കും, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊന്നും അല്ല, വേറെന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു, വേറെന്ത് കാര്യമായിരിക്കും? ഒന്നും രവീന്ദ്രൻ അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നീട് ഓട്ടോറിക്ഷക്കാരൻ അങ്ങോട്ട് പോയി. പക്ഷെ എന്തിനായിരിക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയത് എന്നൊരു ചിന്ത രവീന്ദ്രന്റെ മനസ്സിലും ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ടാക്സി സ്റ്റാൻഡിലേക്ക് വരുവാണ്. ഈ സമയത്ത് സച്ചിയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സച്ചി വന്നിട്ട് ചോദിച്ചു, എടാ ഈച്ചയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതെങ്ങനെ? ഈച്ച വരാതിരിക്കാനുള്ള സ്പ്രേ ഞാൻ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരുത്തന്. എടാ ആ ഈച്ചയുടെ കാര്യമല്ല പറഞ്ഞ, എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരനെ വെച്ചാ. അവന്റെ കാര്യമാണോ? അവനേതോ പ്രണയത്തെ കുടുങ്ങിയേക്കുമെന്ന് പറഞ്ഞു. പ്രണയത്തിലോ? അതെ, ഏതോ പെണ്ണിന്റെ പിന്നാലെ പോയിരിക്കുക. പ്രണയമോ? എന്നിട്ട് അവൻ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. ബെസ്റ്റ്, നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് കൊളമാക്കുന്ന അവന് തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും പറയാത്തേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈച്ച അങ്ങോട്ടേക്ക് ഇടുന്നേ. ഇതേ വന്നല്ലോ എന്ന് പറഞ്ഞു. എടാ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. അത് പിന്നെ ഞാൻ സത്യം പറയടാ, നിനക്ക് നാണമുണ്ടോ? എൻ്റെ കൂടെ എന്നിട്ട് അവന് പ്രണയിക്കാനായിട്ട് പോയിരിക്കുന്നു. അയ്യോ അത് പിന്നെ സച്ചി, എടാ ഇങ്ങനെ പ്രണയിച്ചൊന്നും നടക്കുന്നതോട് എനിക്കൊരു താല്പര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, ആ പെങ്കൊച്ചിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറ, നമുക്ക് നാളെ തന്നെ അവരുടെ വീട്ടിൽ പോയി ആലോചിക്കാം. അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല സച്ചി. എത്തിയിട്ടില്ലേ? പിന്നെയോ? അത് പിന്നെ ഞാൻ അവളോട് പ്രണയവും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞിട്ടില്ലേ? എടാ പിന്നെ നീ എന്ത് പറയാൻ നടക്കാൻ പോയതാ? അത് പിന്നെ അവളെ കാണാറുണ്ട്, പക്ഷെ എന്നാലും എടാ അവള് നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എടാ അവള് നിന്നെ നോക്കി ചിരിച്ചെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അതിന് അവൾ എന്നെ കണ്ടിട്ടില്ല. ബെസ്റ്റ്, ഇനി എന്റെ മുന്നിൽ നിന്ന് നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു. വിട്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നത്. രേവതി വിളിച്ചിട്ട് ചോദിച്ചു, സച്ചിയാണത് എവിടെയാ? അതെനിക്ക് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ സ്റ്റാൻഡിലുണ്ടെന്ന് പറഞ്ഞു. സച്ചിയേട്ടാ ഞാൻ വർഷയെ കണ്ടാന്ന് പറഞ്ഞു. വർഷയോ? അതെന്നെ,
ഞാൻ പൂ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് വർഷയെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന എന്തോ ഒരു വശപ്പശക് അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും. വശപ്പശകോ? അതേനെ. അവൾക്ക് ആദ്യം സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു കയറി കൊണ്ടേ വിടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എങ്കിൽ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അതും വേണ്ട. എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അവൾ പോയി. എന്തോ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവളുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അല്ല, നീ പൂ കൊടുത്തു കഴിഞ്ഞോ? ഇല്ല. എങ്കിൽ പൂ കൊടുത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. അവൾ വശപ്പശകമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി കോള് കട്ട് ചെയ്തു. രേവതിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല താനും. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധി വീട്ടിലേക്ക് വരുവാണ്. അന്ന് നേരത്തെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്ന് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ശ്രുതിയുടെ കോള് വരുന്നത്. ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി എടുത്തിട്ട്, നീ എന്തിനാ എന്നെ വിളിച്ചേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കരുതെന്ന്? പറഞ്ഞ നിന്റെ തലയിലേക്ക് കയറത്തില്ലേ? ശ്രുതി അങ്ങനെ പറയരുത്. ശ്രുതിയുടെ ഭാര്യ ഞാൻ. എന്റെ ഭാര്യ, അതിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയാവോ? എന്നിട്ട് അവൾ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്താണ് ചന്ദ്രമതി അയലോടെ വരുന്നത്. ഓഹോ, അവളാണ് വിളിക്കുന്നത്. കൊള്ളാം, ഇവൻ ഇങ്ങനെ തന്നെ പറയണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശ്രുതി ഇങ്ങനെയൊന്നും പറയരുത്. ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. വേണ്ട, എനിക്കൊന്നും കൂടുതൽ കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എഴുന്നേറ്റൊരു ദേഷ്യപ്പെടുത്തോടെ അവളോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോണും കൂടി പിടിച്ചു വാങ്ങി. എടി ഒരുമ്പെട്ടോളെ, നിന്നോട് പറഞ്ഞിട്ടല്ലേ എന്റെ മോനെ വിളിക്കരുതെന്ന്? എന്റെ മോനെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അവള് വിളിച്ചേക്കുന്നു. നാണമുണ്ട് നീ വിളിക്കോടി. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ല. അതെങ്ങനെയാ? നാണം ഉണ്ടെങ്കിലല്ലേ? ഇതേ, ഇനി മേലാൽ എന്റെ മോന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. വെച്ചിട്ട് പോടി ഫോൺ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേനും സ്തുതി പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ ഫോണിങ് തരാൻ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി കട്ട് ചെയ്യുവാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, എടാ എനിക്ക് പറയാനുള്ളത് മൊത്തം ഞാൻ പറഞ്ഞില്ല. മതി ഇമ്മേ, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു സമാധാനമില്ല. പറയാനുള്ളത് ഞാൻ പറയില്ലായിരുന്നോ? പിന്നെ അമ്മ എന്തിനാ ഫോൺ പിടിച്ചു വാങ്ങിയത് അതിന്റെ ഇടയ്ക്ക്? എടാ മോനെ, ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എല്ലാരും കാരണം എനിക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥയാ. ഒന്ന് പോയി തരാവോ മുറിന്ന്, മനുഷ്യന് സമാധാനം കളയാനായിട്ട്. അപ്പോഴേക്കും ചന്ദ്ര ചോദിച്ചു, എന്താടാ നീ പറഞ്ഞ? പോയി തരാനോ? അതേ മുറിന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വീട്ടിൽ നിന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ എന്ന് ശ്രുതി ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയിരുന്ന് കരയണ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്രൻ, നിന്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നേ? കണ്ണി വല്ല പൊടി എന്തേലും പോയോ? പോരെ പൂരം. ചന്ദ്രമതി ചോദിച്ചു, കണ്ണിക്കൂടെ വെള്ളം പോയെന്നാണോ രവിയേട്ടന് തോന്നുന്നേ? ഞാൻ കരഞ്ഞാന്ന് പറഞ്ഞു. കരയാനോ? നീയോ? നീ അങ്ങനെ കരയാറില്ലല്ലോ. അത് കേട്ട് ചന്ദ്രമതി പറഞ്ഞു, ഞാൻ കരയാറില്ല. ഞാൻ കരഞ്ഞാലും കണ്ടിട്ടില്ലല്ലേന്ന് ചോദിച്ചു. ഇല്ല, സാധാരണഗതിയിൽ നീ ബാക്കിയുള്ളവരെ ചീത്ത പറഞ്ഞ് അവരെ കരയിപ്പിക്കുകയല്ലേ ചെയ്യാറുള്ളത്. ആ സമയത്താണ് സച്ചി ഇങ്ങോട്ട് വരുന്നത്. അമ്മയുടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നു. സാധാരണ സബോളയൊക്കെ എറിയണ സമയത്താണ് ഇങ്ങനെയൊക്കെ. ഇതെന്ത് പറ്റി? രേവതിയും വിളിച്ചുകൊണ്ട് വന്ന് കാഴ്ച കാണിക്കണം. എന്താ ചെയ്ത? അമ്മയുടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ടല്ലോ. എടാ, നമ്മ കരയാനായിട്ടാ? എന്റെ രേവതി, ഈ കാഴ്ച കണ്ടോ? ഇത് എപ്പോഴൊന്നും കാണാൻ പറ്റുന്ന കാഴ്ചയല്ലാന്ന് പറഞ്ഞു. അല്ല, അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഞാൻ ചോദിച്ചിട്ട് എന്താന്ന് പറയുന്നില്ല. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, അവനെന്നെ വഴക്ക് പറഞ്ഞു. വഴക്കോ? ജീവന തുല്യ സ്നേഹിച്ച ഞാൻ അവനെ, എന്നിട്ട് അവൻ എന്നെ വഴക്ക് പറഞ്ഞു. ശ്രുതി ആയിരിക്കില്ലേ? അവനിത് എന്തു പറ്റി? ഇതൊന്നും പതിവുള്ള കാര്യങ്ങളല്ലല്ലോ. അവനെന്നോട് മുറിയിൽ തന്നെ ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രവിയേട്ടാ. ആഹാ, അത് കൊള്ളാലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനെ വിളിച്ചെന്ന് ചോദിക്കണമല്ലോ. അങ്ങനെ ശ്രുതിയെ അങ്ങോട്ട് വിളിച്ചു. ശ്രുതി ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, എടാ നീ എന്താ അമ്മയോട് പറഞ്ഞ്? ഞാൻ എന്ത് പറയാനായിട്ട്? അമ്മക്ക് എന്ത് കരയെന്ന് കണ്ടില്ലേ? അമ്മേ, ഞാൻ അമ്മയോട് എന്താ പറഞ്ഞേ? ഓ, അച്ഛനോട് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനായിരുന്നില്ലേ? ഇതും അമ്മയുടെ ആക്ടിങ് അല്ലേന്ന് ചോദിച്ചു. ആക്ടിങ്ങോ? പിന്നല്ലാതെ. പിന്നെ അമ്മ എന്തിനാ ചുമ്മാ കരയുന്നതായിട്ട് അഭിനയിക്കണേന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, ഇത് നിനക്ക് അഭിനയമായിട്ടാ തോന്നല്ലേ? എടാ, എനിക്കിത് തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വിരുമ്പി വിരുമ്പി വീണ്ടും കരയുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.